നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയുള്ളതും എന്നാൽ വലിയ രീതിയിൽ ആ ത്രികോണ മത്സരം ചർച്ചയാകാത്തതുമായ ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലം. ഇടതുകോട്ടയായ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. BJP അവിടെ കരുത്താർജിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 1957 തന്നെ രൂപീകൃതമായ വളരെ പഴക്കം ചെന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലം. മണ്ഡലം രൂപീകരിച്ച അന്നു മുതൽ ഇന്ന് വരെ CPIയുടെ ഒരു കോട്ടയാണ് ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലം. 1957 മുതൽ 1987 വരെ നീണ്ട 30 വർഷക്കാലം CPI സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും വിജയിച്ചു വന്നത്. 1991 എന്നാൽ കോൺഗ്രസിന് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പാലോട് രവി മണ്ഡലം പിടിക്കുന്ന കാഴ്ച നമ്മുടെ ചരിത്രത്തിലുണ്ട്. 1991 96 പാലോട് രവി അവിടെ വിജയിക്കുന്നു. അതിനുശേഷം പക്ഷേ 2001 മാങ്കോട് രാധാകൃഷ്ണനിലൂടെ CPI വീണ്ടും മണ്ഡലം പിടിക്കുകയാണ്. 2006 CPI വീണ്ടും മാങ്കോട് രാധാകൃഷ്ണൻ മണ്ഡലം നിലനിർത്തുന്നു. പക്ഷേ 2011 വീണ്ടും പാലോട് രവി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. പക്ഷേ അതിനുശേഷം കോൺഗ്രസിന് നെടുമങ്ങാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2016 C ദിവാകരനും 2021 GR അനിലും അവിടെ നിന്ന് വിജയിക്കുന്നു. ഇതാണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതു ചരിത്രം എന്ന് പറഞ്ഞാൽ. ഏറിയ കൂറും CPI ആണ് അവിടെ വിജയിച്ചു വന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി 3-4 തവണ പാലോട് രവി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നതിലൊഴിച്ചാൽ അത് ഒരു ഇടത് കോട്ടയായി തുടരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയാണ് ഇടത് വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കിക്കൊണ്ട് BJP ഇപ്പോൾ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ആ മണ്ഡലത്തിലെ SDPIയുടെ സാന്നിധ്യമാണ്. അതായത് SDPI CPIM പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിൽ നടന്നിരുന്നു. ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതിനെ എതിർത്തുകൊണ്ട് ജനാധിപത്യപരമായ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാനും 1-2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന പ്രതിഷേധ യോഗങ്ങളിലും പ്രകടനത്തിലുമൊക്കെ പങ്കെടുത്ത CPIMൻ്റെയും SDPIയുടെയും പ്രവർത്തകർ അരയിൽ ആയുധം തിരികിയിരുന്നു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകളടക്കമുണ്ട്. ഈ രീതിയിൽ സംഘർഷത്തിലേക്ക് പോയ മണ്ഡലത്തിൽ CPIMൻ്റെയും അതുപോലെ തന്നെ SDPIയുടെയും പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ കഴിഞ്ഞ വർഷമാണ് അത്തരത്തിൽ CPIMൻ്റെ ഒരു പ്രാദേശിക നേതാവിനെ SDPI ഗുണ്ടകൾ ആക്രമിക്കുന്നത്. അതിനുശേഷം SDPI പ്രവർത്തകരുടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ വീടുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് മണ്ഡലത്തിലുടനീളം അക്രമങ്ങൾ ഉണ്ടായി. ഒരു SDPI പ്രവർത്തകരുടെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ആംബുലൻസും കാറുമെല്ലാം മുഖം മൂടിധാരികളായ ആളുകൾ അടിച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മണിക്കൂറുകൾക്കകം ഈ ആംബുലൻസും വാഹനങ്ങളും ആക്രമിച്ച് മണിക്കൂറുകൾക്കകം തന്നെ നെടുമങ്ങാട്ടെ സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന DYFIയുടെ ആംബുലൻസ് SDPI പ്രവർത്തകർ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. മണിക്കൂറുകൾക്കകം തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി നൽകാനായി SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടിയിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതായത് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡുകളെ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഹിറ്റ് സ്ക്വാഡുകളെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഏത് സമയവും ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ആരെയാണ് ആക്രമിക്കേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി തയ്യാറാക്കി ആക്രമണത്തിനായി കാത്തിരിക്കുന്ന സംഘമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡ്. ഈ ഹിറ്റ് സ്ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് DYFIയുടെ ആംബുലൻസ് കത്തിച്ചു കളഞ്ഞത് എന്ന ആരോപണമുണ്ട്. ഇങ്ങനെ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം സത്യത്തിൽ CPIM പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആക്രമണം സംസ്ഥാനത്തെ ഭരണകക്ഷിക്ക് നേരെ, അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണകക്ഷിക്ക് നേരെ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ പ്രതിനിധികളോ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരോ ഒന്നും തന്നെ SDPIക്കെതിരെ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. മാത്രമല്ല അതേ സമയത്ത് തന്നെ സംസ്ഥാനത്തെ ഒരു സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദത്തിൽ SDPIയുടെ നിലപാടിനോട് യോജിക്കുകയായിരുന്നു അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി. ഇതിലെല്ലാം CPIM പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും വലിയ നിരാശയുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് സഖാക്കളെ മുക്കിന് തല്ലിച്ചതയ്ക്കുക, അവരുടെ വീടുകൾ കയറി ആക്രമിക്കുക, അവരുടെ ആംബുലൻസ്, അവരുടെ യുവജന വിഭാഗമായ DYFIയുടെ തന്നെ ആംബുലൻസിനെ കത്തിച്ചുകൊണ്ട് ആ സംഘടനയെ വെല്ലുവിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും SDPI നേതാക്കൾക്കും SDPI ഗുണ്ടകൾക്കുമെതിരെ യാതൊരു നിയമ നടപടിയും ഉണ്ടായില്ല. അവർക്കെതിരെ ഒരു രാഷ്ട്രീയ
പ്രതികരണവും പോലും ഉണ്ടായില്ല എന്നത് CPIM-ൻ്റെ അണികളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ഒക്കെ വല്ലാതെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായ അനാസ്ഥകൾ, അത്തരത്തിലൊന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഉണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ പാവപ്പെട്ട ഒരു വനവാസി സ്ത്രീ പ്രസവിച്ച കുഞ്ഞ് മരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം അവിടുത്തെ ഡോക്ടറുടെ അനാസ്ഥയാണ്, ഗുരുതരമായ വീഴ്ചയാണ് എന്നിപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും ആ ഡോക്ടറെ സംരക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നു. CPIM-ൻ്റെ സമരമടക്കം നടന്നിട്ടും ആരോഗ്യവകുപ്പ് തലകുനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഡോക്ടർമാരുടെ സംഘടന ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് BJP നടത്തിയ സമരമാണ് സത്യത്തിൽ അവിടെ വിജയം കണ്ടത്. BJP-യുടെ സമര സമ്മർദ്ദം ഡോക്ടറിനെതിരെ നടപടി ഉണ്ടാകാനും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഡോക്ടർക്കെതിരാകാനുമൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, പ്രാദേശികമായ CPIM നേതാക്കൾക്കെതിരെ ഒരു വിലയിരുത്തലുണ്ട്. അതായത് ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വഴങ്ങിക്കൊണ്ട് 4 വോട്ടിന് വേണ്ടി പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ പോലും പാർട്ടി നേതാക്കൾ ചോദ്യം ചെയ്യുന്നു എന്ന ഒരു സാഹചര്യം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ നെടുമങ്ങാട്ടെ CPIM പ്രവർത്തകർ BJP-യിലേക്ക് വരുന്നു എന്നൊരു സൂചനയുമുണ്ട്. വരും ദിവസങ്ങളിൽ BJP അംഗത്വം എടുത്തേക്കും ഇവർ. DYFI-യിലെയും അതുപോലെ തന്നെ CPIM-ലും ദീർഘകാലം പ്രവർത്തിച്ച നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തകരാണ് ഇപ്പോൾ BJP-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അവർ BJP-യിലേക്ക് ഉടൻ തന്നെ അംഗത്വം എടുത്തേക്കും എന്നും സൂചനയുണ്ട്. ഇത് തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മുന്നേറ്റം, അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് BJP-യുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതായത് നെടുമങ്ങാട് BJP ഇടതുകോട്ടയായിരിക്കുമ്പോൾ തന്നെ BJP-ക്ക് സാധാരണ രീതിയിൽ 2000-ഓ 3000-ഓ 5000-ഓ മാത്രം വോട്ടുകൾ ലഭിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 2016-ൽ VV രാജേഷ്, ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ VV രാജേഷ് നെടുമങ്ങാട് മത്സരിക്കാൻ എത്തുമ്പോൾ BJP-യുടെ വോട്ട് 35,000 കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതോടുകൂടിയാണ് നെടുമങ്ങാട് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ട് 35,000-ൽ നിന്നും കുറഞ്ഞു. BJP-യുടെ സംസ്ഥാന നേതാവ് JR പത്മകുമാർ അവിടെ മത്സരിച്ചെങ്കിലും വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. CPI ദുർബലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ CPIM പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ട്. അതോടൊപ്പം ഈ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു പ്രവർത്തകരെ SDPI ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ബോധം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല പ്രശ്നമടക്കം, അതായത് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് PS പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം CPIM-ലാണ്. മാത്രമല്ല, CPM-ലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. മാത്രമല്ല, അവിടെ ഒരു വലിയ രാഷ്ട്രീയ നേതാവായി, ഇടത് രാഷ്ട്രീയ നേതാവായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വലിയ രാഷ്ട്രീയ പ്രശ്നമല്ലെങ്കിൽ അവിടുത്തെ സംഘടനയിലെ CPIM-നകത്തെ ഹിന്ദു നേതാക്കൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം സംശയത്തിൻ്റെ നിഴലിലുള്ള നേതാവാണ് അവിടുത്തെ പ്രാദേശിക CPM നേതാവ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ അമർഷവും അതുപോലെ തന്നെ വലിയ പ്രതിഷേധവും CPIM അണികൾക്കിടയിലുണ്ട്. കൂട്ടത്തോടുകൂടി അവർ BJP-യിലേക്ക് പോവുകയോ BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യുകയോ എന്ന ഒരു സാഹചര്യം ഇപ്പോൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലുണ്ട്. അവിടുത്തെ ഇടതുപക്ഷം തകരുന്നു. പക്ഷേ ആ പ്രയോജനം കോൺഗ്രസിന് കിട്ടുന്നില്ല. BJP വളരെ കൃത്യമായ മുന്നേറ്റം നടത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അതും സൂചിപ്പിക്കുന്നത് ഈ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് നിയോജക മണ്ഡലം ഇപ്പോൾ BJP വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മണ്ഡലമായി മാറുകയാണ്. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലം മാറുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.